അപ്പോൾ 1 ഇയറിൽ നമ്മൾക്ക് എന്തായാലും നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവാനായിട്ട് പറ്റും. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒരു ചെറുതായിട്ട് ഒരു പൊട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ഒരു 2 ഇയേഴ്സ് കൊണ്ടാണ് എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അത് കുറച്ചധികം എന്താ പറയുക, ഈ ഒരു ജേർണിയിൽ എനിക്കത് കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. കുറേ ടൈം എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 6 മന്ത്സോളം 2 ടൈംസ് ആയിട്ട് 6 മന്ത്സോളം ഞാൻ ഈ യൂട്യൂബിൽ ഒരു ഷോർട്സ് പോലും അപ്ലോഡ് ചെയ്യാണ്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇടയ്ക്ക് എനിക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ആയി വന്നതായിരുന്നു. പക്ഷേ അതും എന്താ പറയുക, വ്യൂസൊക്കെ പോയി, കുറേ മിസ്റ്റേക്കൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കിട്ടിയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നോക്കുക, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 1000-ന് മുകളിൽ ഉണ്ട്. അതായത് 1000 എബോവ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കും അതേപോലെ എന്നെപ്പോലെ പുതിയതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞ് വാച്ച് അവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയേക്കുന്ന ഒരുപാട് വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അവർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരു തോന്നലുണ്ടാവും. പക്ഷേ അത് സ്വാഭാവികമാണല്ലോ. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചല്ലേ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അതിന് കുറേയധികം എന്താ പറയുക കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ വെച്ച് ഈ ഒരു 4000 വാച്ച് അവേഴ്സ്, അതായത് നമ്മുടെ ലോങ് വീഡിയോ 1 ഇയർ കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ പേടിച്ച് എന്താ ചെയ്യുക, ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ ഇതിനെങ്ങനെയാണ് 4000 വാച്ച് അവേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നത്, ഇതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാണ്ട് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ലോങ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നവർക്ക് 1 ഇയറിൽ അതായത് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഷോർട്സ് വീഡിയോ ഇടുന്ന ചാനലുള്ള ആൾക്കാർക്ക് 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് എന്തായാലും കിട്ടിയിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തത് കുറേ വീഡിയോസൊക്കെ റെഫറൻസ് എടുത്തും കാര്യങ്ങളൊക്കെ നോക്കി, വ്യൂസും വാച്ച് അവേഴ്സും കാൽക്കുലേഷനും അങ്ങനെ എല്ലാം നോക്കിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകട്ടോ. അതായത് 4000 വാച്ച് അവർ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണെങ്കിലും ഒക്കെ കൂട്ടാട്ടോ. അതായത് ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഒരു 1000 എബോവ് ആക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വാച്ച് അവറാണ് എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് എനിക്ക്. ഭയങ്കര അധികം എന്താ പറയുക, ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് വെറും സിമ്പിളാണ്. അതായത് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആണ്. അതായത് വാച്ച് അവർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട്
അതായത് ഇൻസ്റ്റഗ്രാമിലും വീഡിയോസിൽ യൂട്യൂബിലൊക്കെ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പൈസ തന്നാൽ നിങ്ങളുടെ ചാനലിൽ 4000 വാച്ചവേഴ്സ് ഞങ്ങൾ ആക്കിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയി നമ്മുടെ ചാനൽ എന്തായാലും മോണിറ്റൈസേഷൻ ആവുമല്ലോ. അപ്പോൾ അതായിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിടുന്ന വീഡിയോസിൽ വ്യൂസ് വന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് ഇത് സ്പാം ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകാനും നമ്മുടെ ചാനൽ റെക്കമെൻഡേഷനിൽ പോവാതെയും വ്യൂസ് കുറഞ്ഞ് പിന്നെ സബ് അങ്ങനെ തന്നെ നിന്ന് നമ്മുടെ ചാനൽ സത്യം പറഞ്ഞാൽ ഫ്രീസായി ഡെഡായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദയവ് ഇത് നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അത് വേണ്ട, അത് ഇവിടെ തന്നെ നിർത്തിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക വേണ്ടത് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ലോങ് വീഡിയോ ഇടുന്ന ഒരു ആള്, അതായത് 10 മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് ഒരു ലോങ് വീഡിയോ 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 മിനിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ വ്യൂവേഴ്സ് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അതിൽ വളരെയധികം എന്താ പറയുക, നമ്മൾ ഈ പുതിയ ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ടാണ് നമ്മുടെ ചാനൽ എന്തായാലും ഒരു വീഡിയോ 10 മിനിറ്റ്സ് ആരും ഇരുന്ന് കാണത്തില്ല. അപ്പോൾ കുറഞ്ഞത് ഒരു 4 മിനിറ്റ്, ഓക്കെ, 4 മിനിറ്റ് ഒരു വ്യക്തി നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 62,500 വ്യൂസ്, വെറും 62,500 വ്യൂസ് മാത്രം കിട്ടിയാൽ നിങ്ങളുടെ ചാനൽ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ്. 62,500 വ്യൂസ് കിട്ടുന്ന ഒരു ലോങ് വീഡിയോ 4 മിനിറ്റ്സ് ആണ് വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്നെങ്കിൽ 62,500 × 4, അപ്പോൾ 2,50,000 കിട്ടും. അപ്പോൾ ആ ഒരു 2,50,000 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ വീഡിയോസ് ടോട്ടൽ വ്യൂസ് വരുന്നത്. ഈ 2,50,000 എന്നുള്ളത് നമ്മുടെ മിനിറ്റ്സിലാണ്. അപ്പോൾ അത് നമ്മൾ മണിക്കൂറിലേക്ക്, അതായത് 1 അവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് എത്രയാണെന്ന് നോക്കണം. 2,50,000 ഡിവൈഡഡ് ബൈ 60 നോക്കുമ്പോഴത്തേക്കും 4,160 മണിക്കൂർ കിട്ടും. അതായത് 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. അതായത് ലോങ് വീഡിയോസ് നമ്മൾ 365 ദിവസം, അതായത് 1 ഇയർ കൊണ്ട് ഒരു 100 വീഡിയോസ് എങ്കിലും മിനിമം നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 365 ഡേയ്സിൽ 100 വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 62,500 വ്യൂസാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മളെങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ 62,500 ഡിവൈഡഡ് ബൈ 100, ഓക്കെ, അപ്പോൾ 625 വ്യൂസ്. അതായത് ഈ 100 ലോങ് വീഡിയോസിൽ നിങ്ങൾക്ക് ജസ്റ്റ് 625 വ്യൂസ് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 50 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ എന്ന് വയ്ക്കുക, ഓക്കെ, ഈ ഒരു 50 വീഡിയോസാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ 62,500 ഡിവൈഡഡ് ബൈ 50, അപ്പോൾ 1,250 വ്യൂസ്. അതായത് 50 വീഡിയോസിന് ടോട്ടൽ വ്യൂസ് 1,250 മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമ്പിളല്ലേ? ഇത്രേ ഉള്ളൂ. ഇതുപോലെ സിമ്പിളാണ്. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ വാച്ച് അവർ, ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളും ജസ്റ്റ് അതിൻ്റെ പറയുക ഒരു 4 മിനിറ്റ്സ് ഒക്കെയാണ്, നമ്മളൊരു 10-15 മിനിറ്റോളം ലോങ് വീഡിയോ ഇട്ടാലും എന്താ പറയുക, ആൾക്കാർ അങ്ങനെ ഫുള്ളായിട്ട് ഇരുന്ന് കാണണമെന്നില്ല. അപ്പോൾ ഈ ഒരു 4 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇനി എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വ്യൂസ് കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും വേണ്ട, ടെൻഷൻ ആവേണ്ട, എന്തായാലും ആയിക്കോളും.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതേപോലെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇതേപോലെ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ അവർക്ക് സബ്ബായിട്ടില്ല, അല്ലെങ്കിൽ വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു വീഡിയോസ് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിക്കോട്ടെ. പറയാനുള്ളത്, ദയവ് ഇത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഇതേപോലെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. ആ ഒരു സംഭവം നമുക്കിനി വേണ്ട. നമ്മൾക്ക് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി കിട്ടാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ എൻ്റെ വീഡിയോ കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ബൈ.